ഫാദർ മാത്യു സോജൻ മാളിയേക്കൽ, വരാപ്പുഴ അതിരൂപതയിലെ വൈദികനാണ്. ഞാൻ സെമിനാരിയിൽ ചേരുന്നത് എൻ്റെ ഡിഗ്രി പഠനത്തിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കൂടെ സെമിനാരിയിൽ ചേരുന്ന വ്യക്തികൾ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ ആ സമയത്ത് എൻ്റെ കൂടെ ആദ്യത്തെ ബാച്ചിലുണ്ടായിരുന്നു. +2 കഴിഞ്ഞ കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പോൾ ആ ബാച്ചിൽ ഡിഗ്രി കഴിഞ്ഞ ഒരാളായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ സെമിനാരിയിൽ പോകണം എന്നുള്ള ഒരു താല്പര്യമൊക്കെ വരാൻ തുടങ്ങിയത് എൻ്റെ വീടിൻ്റെ അടുത്ത് വെണ്ണലയിലാണ് എൻ്റെ വീട്. വെണ്ണലയിൽ എൻ്റെ വീടിൻ്റെ അടുത്ത് എൻ്റെ ചെറുപ്പകാലത്തൊന്നും വീടിൻ്റെ അടുത്ത് പള്ളിയില്ല. അതുകൊണ്ട് തന്നെ ഇടവക പള്ളി വളരെയധികം ദൂരെയാണ്. അപ്പോൾ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അവിടെ ഒരു പള്ളി, താൽക്കാലിക പള്ളി പോലെ അവിടെ വരുന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അപ്പോഴാണ് പള്ളിയുമായിട്ട് അല്പമെങ്കിലും അടുപ്പം വന്നു തുടങ്ങിയത്. അതിനുശേഷം പുതിയ പള്ളി അവിടെ പണിതു. അപ്പോൾ കൂടുതൽ പള്ളിയായിട്ട് അടുപ്പമായി. എൻ്റെ ചേട്ടൻ്റെ പേര് ആൻ്റണി എന്നാണ്. അപ്പോൾ എൻ്റെ ചേട്ടനെയും എന്നെയുമാണ്, എൻ്റെ ചേട്ടനും ഞാനും ഒന്ന് പഠിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് ഈ പള്ളിയുടെ താക്കോൽ അന്ന് പള്ളിയുടെ ഇൻചാർജായിരുന്ന പീറ്റർ കൊച്ചുവീട്ടിലച്ഛൻ ഞങ്ങളുടെ കയ്യിൽ തന്നിട്ട് എല്ലാ ദിവസവും രാത്രി വൈകുന്നേരം വന്ന് പള്ളിമണി അടിക്കുകയും ലൈറ്റ് ഓൺ ചെയ്യുകയും രാവിലെ വന്ന് ലൈറ്റ് ഓഫ് ചെയ്യുകയും ചെയ്യണം. ഞായറാഴ്ചകളിൽ മാത്രമേ അന്ന് അവിടെ കുർബാന ഉണ്ടായിരുന്നു. അങ്ങനെ ആണ് പള്ളിയുമായിട്ട് കൂടുതൽ അടുപ്പം വരാൻ കാരണം. അതിനുശേഷം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടൻ ഒരിക്കൽ എന്നോട് യാദൃച്ഛികമായി, അപ്പോൾ എനിക്ക് മനസ്സിലിങ്ങനെ അച്ഛനായാൽ എങ്ങനെയായിരിക്കും, പക്ഷെ ഭയമായിരുന്നു പറയാനൊക്കെ. വളരെ ചെറിയൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. ആ സമയത്താണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടൻ വന്നിട്ട് അച്ഛനാകാൻ പോകാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചത്. അതനുസരിച്ച് ഞങ്ങൾ ഇവിടെ വന്നു, അതിരൂപതാസ്ഥാനത്ത് വന്നു. ഇവിടെ വികാർ ജനറലിനോട് അന്ന് സംസാരിച്ചു. അതിനുശേഷം അന്നത്തെ വികാർ ജനറലാണ് ഇന്നത്തെ ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവ്. അപ്പോൾ ഡിഗ്രി പഠനം ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഡിഗ്രി പഠനം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. പിന്നെ എന്തുകൊണ്ടോ എനിക്ക് താല്പര്യം പിന്നെയും കുറഞ്ഞു. ഡിഗ്രി പഠനം കഴിയുന്ന സമയത്ത് സെമിനാരി ചേരാനുള്ള താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞങ്ങളുടെ പള്ളിയിലെ വികാരി അച്ഛൻ മാർട്ടിൻ തൈപ്പറമ്പിൽ അച്ഛനായിരുന്നു. അപ്പോൾ മാർട്ടിൻ അച്ഛൻ എന്നോട് വീണ്ടും സെമിനാരി പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അത് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിരുന്നാൽ അച്ഛൻ പറഞ്ഞു, ഒന്ന് പോയി നോക്ക്, എന്നിട്ട് പറ്റിയില്ലെങ്കിൽ തിരിച്ചു പോരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ചു പോരണം എന്ന് അച്ഛൻ പറഞ്ഞതല്ലേ, ഒന്ന് പോയേക്കാം. അതുകൊണ്ട് അങ്ങനെ സെമിനാരിയിലേക്ക് ചെന്നതാണ്. പക്ഷേ സെമിനാരിയിൽ ചെന്നതിന് ശേഷം പിന്നെ തിരിച്ചു പോരാനോ തിരിഞ്ഞു നോക്കാനോ ഇടവന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഞാൻ അച്ഛനായിട്ട് 18 വർഷമായി. ഞാനിപ്പോൾ വരാപ്പുഴ അതിരൂപതയുടെ ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേറ്ററായിട്ട് സേവനം ചെയ്യും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു വൈദികൻ എന്നുള്ള രീതിയിൽ എനിക്ക് പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേകമായിട്ടുള്ളൊരു താല്പര്യവും സ്നേഹവും ഒക്കെ ഉണ്ട്. കാരണം പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള ദേവാലയമാണ് എൻ്റെ ഇടവക പള്ളി. ഞാൻ അച്ഛനായതിനു ശേഷം ആദ്യമായിട്ട് പോകുന്നത് ഒരു മാതാവിൻ്റെ പള്ളിയിലെ കൊച്ചച്ഛനായിട്ടാണ്. അങ്ങനെ ആ സമയം മുതൽ എന്നല്ല, ചെറുപ്പകാലം മുതൽ തന്നെ മാതാവിനുള്ളൊരു ഭക്തി നമ്മൾ വളരുകയാണ്. കാരണം നമ്മുടെ കുടുംബ പശ്ചാത്തലവും അങ്ങനെയാണ്. എല്ലാ ദിവസവും ജപമാല നമ്മൾ ചൊല്ലും, കുടുംബ പ്രാർത്ഥന ചൊല്ലും. അതുകൊണ്ട് തന്നെ ആ ജപമാല ഭക്തിയിൽ വളരുന്ന ആ കുടുംബത്തിൽ നിന്നുള്ളതായതുകൊണ്ട് തീർച്ചയായിട്ടും മാതാവിനുള്ള ഭക്തിയിൽ തന്നെയാണ് വളർന്നത്. പരിശുദ്ധ അമ്മയുടെ ഒരു ശക്തമായ ഒരു മാധ്യസ്ഥം എനിക്ക് എന്നും എപ്പോഴും ലഭിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് സെമിനാരിയിൽ ചേരാൻ ഉള്ള ഒരു വൈമുഖ്യം ആദ്യം ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പ്രസംഗം പറയാനുള്ള പേടി കൊണ്ടാണ്. പ്രസംഗം പറയാനുള്ള മടിയല്ല, പ്രസംഗം പറയാനുള്ള പേടി കൊണ്ടാണ്. കാരണം ആളുകളുടെ മുമ്പിൽ വെച്ച് സംസാരിക്കാൻ എനിക്ക് വല്ലാതെ ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഓർക്കുകയാണ്, ഞാൻ സെമിനാരിയിൽ ഫസ്റ്റ് ഇയർ തിയോളജി പഠിക്കുന്ന സമയത്ത്, അന്ന് സെക്കൻഡ് ഇയർ ആയിക്കഴിഞ്ഞാൽ റെഫക്ടറിയിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് രാത്രി പ്രസംഗം പറയണം.
അപ്പോൾ ഇത് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ഭയം തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് ഇനി വരുന്ന വർഷം ഞാൻ പ്രസംഗം പറയേണ്ടി വരുമല്ലോ എന്ന് ഓർത്ത് ഞാൻ വല്ലാതെ ഭയപ്പെട്ടിരുന്നു. അങ്ങനെ സെക്കൻഡ് ഇയറായി, പ്രസംഗം പറയേണ്ട സമയമൊക്കെ അടുത്ത് വരുന്നു. വല്ലാതെ ഭയമുള്ള ഞാൻ അന്ന് ഉടുപ്പിട്ട് കഴിഞ്ഞു. തിയോളജി പഠനത്തിന് ഉടുപ്പിടണം. അപ്പോൾ ഉടുപ്പിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി വീട്ടിലേക്ക് തിരിച്ചു പോരാൻ ബുദ്ധിമുട്ടാണ്. അതൊരു അത്ര നല്ലതല്ല ഉടുപ്പിട്ടതിന് ശേഷമൊക്കെ തിരിച്ചു പോരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വല്ലാതെ ഭയപ്പെട്ടു. പ്രസംഗം പറയുന്നതിന് ഓർത്ത് ഞാൻ നിയോഗം വെച്ച് ജപമാല ചൊല്ലി. അത് മാത്രമായിരുന്നു ആശ്രയം. എന്നാൽ എനിക്കത് ഭംഗിയായിട്ട് എൻ്റെ കടമ നിർവഹിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പരിശുദ്ധ അമ്മ അന്നും ഇന്നും കൂട്ടായി ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ ആശ്വാസം.